രാത്രി തൊട്ട് രാവിലെ വരെ ഒരു റെസ്റ്റും ഇല്ലാതെ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനെന്തായാലും കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പുറത്ത് പോകാനുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എണീറ്റത്. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേഗം തന്നെ ചോറും കറിയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹസ്ബൻഡ് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചിക്കൻ വെച്ചിട്ട് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള മസാലകളൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് പെപ്പർ ചിക്കനിൽ പെപ്പർ എവിടെ നിന്നായിരിക്കും, പെപ്പർ ഓൾറെഡി ഞാൻ പൊടിച്ചൊരു ബോക്സിലാക്കിയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്താൽ പോരെന്ന് പറഞ്ഞാൽ അതൊന്ന് മാറ്റി വെച്ചു. എന്നിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് സ്പൈസസൊക്കെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിരുന്നു. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ സൈസായിരുന്നു കേട്ടോ, വലിയ ഉള്ളി. അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ആ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ സ്പൈസിൻ്റെ മസാല ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2.5 സ്പൂൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, ഒരു 1.5 തക്കാളിയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് തക്കാളി കുറച്ചൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ടാകും. ആ വെള്ളമൊക്കെ നല്ല വറ്റിച്ചെടുത്തിട്ട് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈവനിങ് ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ബിരിയാണി റൈസ് എടുത്തിരുന്നു. ഈ പ്ലേറ്റിലുള്ളത് പകുതി മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടി കഴിച്ചിട്ട് ആ ഡേ കംപ്ലീറ്റ് ചെയ്തിരുന്നു.